ശേഷം 71 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ തൊടുന്നതെല്ലാം നല്ല വിജയത്തിലെത്തും. എല്ലാം നല്ല വിജയം ലഭിക്കും. ഏത് മേഖലയിൽ ബന്ധപ്പെട്ടാലും അതെല്ലാം നമുക്ക് നേട്ടങ്ങൾ മാത്രം ലഭിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോ അവൻ പൊളിഞ്ഞു പോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അവനും എനിക്കും റിസ്ക് തരുന്നത് അല്ലാഹുവാണ്. എന്റെ റിസ്ക്കിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത്, അവന്റെ റിസ്കല്ല എനിക്കും കിട്ടുന്നത്. എന്റെ കസ്റ്റമർ അയാളടുത്ത് പോകുന്നില്ല, അയാളുടെ കസ്റ്റമർ എന്റെ അടുത്തും വരൂല. രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റിസ്ക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ പാര വെക്കൂല, അപ്പൊ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല, അപ്പൊ പിന്നെ സിഹ്ർ ചെയ്യാൻ ഓടൂല. എന്തേ? അല്ലാഹ് റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എന്റെ സഹോദരനാണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ രാജ്യക്കാരനാണ്. അവൻ രക്ഷപ്പെടട്ടെ, ഞാനും രക്ഷപ്പെടട്ടെ. അൽഹംദുലില്ലാഹ്. എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിലെങ്ങാനും ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്തൊരു അറബിയുടെ സ്ഥാപനമാണ്. അപ്പൊ തുറന്നത് നമ്മുടെ മലയാളികളാണ്. അവര് തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പൊ അയാൾ വന്നിട്ടുണ്ട്, ഭയങ്കര ദുആ, അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റിസ്ക് തരട്ടെ, നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണ്? അവർ എൻ്റെ തൊട്ടടുത്ത വീഡിയോക്കാരനാന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇത് ഒരു മുസ്ലിമിന്റെ അടയാളമാണിത്. ഇങ്ങനെ എന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളപ്പോഴേക്കും പാരവെപ്പും പിടിപ്പിക്കലും പോലീസിൽ ഏൽപ്പിക്കലും കച്ചവടം അവർ പൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മളൊരിക്കലും ഇത് ചെയ്യരുത്. ദീൻ നസീഹത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം ആകുന്നുള്ളൂ. സംസ്കാരം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്. കച്ചവടത്തിന് കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കും. ദൈവവിശ്വാസത്തിന്റെ കരുത്തില് അസാധാരണമായ അനുഭവങ്ങൾ നമ്മൾ അറിയും. അള്ളാഹുവിന്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മളിങ്ങനെ കാണും. ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമില്ല, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും. അള്ളാഹു റഹ്മാനാണ്. കയ്യിൽ പൈസ വെച്ചിട്ട് ഇല്ല ഇല്ല തീർന്നു തീർന്നു എന്ന് പറഞ്ഞാ മലക്കൊരൊറ്റ ആമീൻ പറഞ്ഞാൽ തീർന്നു തന്നെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഫിയ ബീവിയാണെന്ന് തോന്നുന്നു, ഇത് ഉമ്മു സുലൈമാണെന്ന് തോന്നുന്നു, ഏതോ മഹദിയുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു, മോനെ ഇങ്ങ് വാ, ഒരു സാധനം തരാം, മോനെ ഇങ്ങ് വാ, ഞാൻ നിനക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മകനെ വിളിച്ചു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മു സലമയോടാണ് ചോദിച്ചു, അവിടെ ചോദിച്ചു, നീ എന്ത് കൊടുക്കുമെന്ന്. ഒന്നുമില്ല നബിയെ, കാരയ്ക്ക് എത്തിരി ഇരുന്നത് കൊടുക്കാന്ന് വിചാരിച്ചു. എന്റെ കയ്യിലിരുന്ന കാരയ്ക്ക് ഇത്തിരി ഉണ്ട്, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ നീ ഒരു കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ആകാശത്ത് കാണുന്ന അമ്പളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, ഇപ്പൊ പിടിച്ചു തരാൻ ചോറുണ്ടടാ. കള്ളതാ, നമ്മൾ തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ലാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ല ഇല്ല എന്നല്ല, അള്ളാഹു തന്നത് കൊടുത്തു, അള്ളയാ തന്നത്, അത് കൊടുക്കാനാ തന്നത്.